ഹായ്, എല്ലാവർക്കും കലാദർപ്പണയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തേണ്ട പ്രൊഡക്റ്റ് ഒന്നും അല്ല, പക്ഷെ അതിൻ്റെ യൂസ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ഞാൻ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ അന്നൊരു ദിവസം നമ്മളെ ഓർണമെൻറ്റ്സിൻ്റെ ഒരു കളക്ഷൻ കാണിച്ചിരുന്നു. എന്നിട്ടത് അതിൻ്റെ ഒരു അവസ്ഥയും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ടിലേക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓർണമെൻറ്റ്സും കൂടി ചേഞ്ച് ചെയ്യുമ്പോൾ വാരി വലിച്ചിടും. അതുപോലെ അതൊന്ന് സ്പീഡിലെടുക്കും ചെയ്യുമ്പോൾ ഇത് പൊട്ടിപ്പോവാനും അതിൻ്റെ സ്റ്റോൺസൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇതിങ്ങനെ കിടക്കണേ. അപ്പം ഇതിനൊരു മോചനം വേണമെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴും എനിക്ക് തോന്നി ഇതെല്ലാം ഓരോരോ പൗച്ചിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനും, അതായത് അതിൻ്റെ സ്റ്റോൺസ് പോവാതെയും അതുപോലെ മെറ്റീരിയലിന് നാശമൊന്നും സംഭവിക്കാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതിന് തോന്നിയൊരു ഐഡിയ ആണ് ഇതൊരു പൗച്ചിലാക്കി വെക്കുക എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ആമസോണിന് ആണ് എനിക്കിപ്പോൾ ഈ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇത് നല്ല ക്വാളിറ്റി ആണ്, ഇത് വെർത്താണ് എന്നൊക്കെ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞാനത് യൂസ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അതിനെക്കുറിച്ചിട്ട് ഒരു റിവ്യൂ ഞാൻ ചെയ്യാം. ഇതാണ് പ്രൊഡക്റ്റ്. അപ്പം ഇത് ഒരു 25 പാക്കാണ് ഉള്ളത് കേട്ടോ, പൗച്ചസ് ഉള്ളത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിനൊരു സിബൊക്കെ ഉണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനെ ഇതിന് ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഞാനിപ്പോൾ ഇതിന് ഉറപ്പ് തരുന്നില്ല നിങ്ങൾക്ക്. ഞാനിതിപ്പോൾ വാങ്ങിയതേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും. കാരണം നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ, കാരണം ഇതൊക്കെ ഇപ്പം ഇതിൻ്റെ വലിയ സ്റ്റോൺ ആയതുകൊണ്ട് ഇതൊന്നും പറ്റിയില്ല. പക്ഷേ ഇതിങ്ങനെ ഉരസിയിട്ട് ഇതിനൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിലായിട്ട് ഇട്ട് വെക്കുകയാണെങ്കിൽ, ഇത് കണ്ടോ, നമുക്കിത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് കവറ് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമുക്ക് വേഗം മനസ്സിലാവും ചെയ്യും. അപ്പം ഞാനൊരു ഒരു ചെറിയൊരു സൂട്ട് കേസിലാണ് ഇത് വെക്കുന്നത്. അപ്പം ഒരുപാട് സാധനങ്ങൾ വലിയ ബോക്സിൽ, ഇപ്പം നിങ്ങൾ ചോദിക്കും ചെറിയ ബോക്സിലാക്കി വെച്ചുകൂടെ. ബോക്സിലാകുമ്പോൾ അത്രപോലെ സ്പേസ് കുറയും. അപ്പോൾ ഇതാകുമ്പം നമുക്ക് സ്പേസ് ലാഭിക്കാൻ കൂടി പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോന്നും എടുത്ത് ഓരോരോ പൗച്ചസിലാക്കിയിട്ട് പൗച്ചിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാനും പെട്ടെന്ന് പറ്റും ഇന്നതാണെന്നുള്ളത് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഇതിനൊന്നും ഡാമേജ് പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടോ, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അപ്പം ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളെ കാണിക്കേ. ഇത് ചെറിയ പൗച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ലോങ് ചെയിൻസ് വെക്കണമെങ്കിൽ ഞാൻ വീണ്ടും വേറെ കുറച്ച് വലിയ ടൈപ്പ് പൗച്ച് വാങ്ങേണ്ടി വരും തോന്നുന്നു അല്ലേ. നമുക്ക് ഇതിപ്പം ഈ ഒരു പാറ്റേണിലുള്ള ഒരു കുഞ്ഞു മാലകളൊക്കെ ഇങ്ങനെ നമുക്ക്, അതായത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന മാലകളൊക്കെ ഇതിലേക്ക് വെക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ സൈസ് കണ്ടോ നിങ്ങൾ, ഇത്രയേ ഉള്ളൂ. അപ്പം ലോങ് ചെയിൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ശരിക്കും അർജൻറ്റായിട്ട് ഇതിപ്പോൾ ചെയ്യാനുള്ള റീസൺ ഉണ്ട് കേട്ടോ. നാളെ ഇപ്പോൾ വീണ്ടും ഷൂട്ടിന് പോകാനായി. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ഒതുക്കി വേഗം വെച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഇതിങ്ങനെ മടിച്ച് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നീണ്ടു പോവുകയുള്ളൂ. ഇതൊരു പ്രാവശ്യം ഞാനിതൊരു വ്ലോഗായി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഓർണമെൻറ്റ്സ്, അതായത് വീട്ടിലെ വിളക്കിലെ മഹേശ്വരി കുഞ്ഞമ്മയുടെ ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ ഓരോരോ മാലകളും ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതൊക്കെ ഒതുക്കി വെച്ചതായിരുന്നു. അതിന് ശേഷം വീണ്ടും ഒതുക്കി വെച്ചു. പക്ഷെ വീണ്ടും ഇങ്ങനെ തന്നെ, അതായത് നമ്മൾ ഈ ഒരു വലിയ ബോക്സിലാക്കിയിട്ട് നമ്മൾ വീണ്ടും ആ സൂട്ട് കേസിലേക്ക് ഇടുക ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നു അത് നമ്മളിങ്ങനെ കുലുക്കും ഒക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തായാലും ബോക്സിൽ വെക്കുമ്പോൾ അത് അതേ ലെവലിൽ നിൽക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ വീണ്ടും ഇതെല്ലാം കൂടി കുഴഞ്ഞു വരാമെന്ന് തോന്നുന്നു. ആയിരിക്കും തോന്നുന്നു എനിക്ക്. കാരണം ഇത് വീണ്ടും എല്ലാം പഴയ പോലെയുള്ളത്, ഒതുക്കി വെച്ച മാലയായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് വീണ്ടും തന്നെ ജോലി. അപ്പം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനത്തോടെ കുറച്ച് നാൾ വെക്കി ഇരിക്കാൻ പറ്റും. കാരണം ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല ഇനി. അപ്പം ചിലതിലൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിലൊക്കെ ഒരു മാല വെക്കുന്നതിന് പകരം ഇങ്ങനത്തെ മാല ആയതുകൊണ്ട് രണ്ടെണ്ണമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം നമ്മളെ കയ്യിലെ കവറ് കുറവാണ്, ഓർണമെൻറ്റ്സ് കൂടുതലുമാണ് ഉള്ളത്. കാരണം ഞാൻ ഇത് എങ്ങനെയുണ്ട് നോക്കിയ ശേഷം അടുത്തത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഒരു സെറ്റ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മൾ ചിലപ്പോൾ ഈ ആമസോണിൽ നിന്നായാലും ഏത് ഓൺലൈൻ മീഡിയ നിന്നായാലും നമ്മൾ വാങ്ങുന്ന സമയത്ത്
ചിലപ്പോഴും ഫ്ലോപ്പ് ആവാറുണ്ട്. അങ്ങനെ 1-2 പ്രാവശ്യം ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഓർണമെൻറ്റ്സിൽ പൊട്ടി ഓർണമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതില്ലേ സാരി വാങ്ങിയ സമയത്ത് സാരിയിൽ പറ്റിക്കൽ നടന്നിട്ടുണ്ട്. ഒരു ചുരുട്ടി കൂട്ടിയിട്ട് യൂസ്ഡ് ആയിട്ടുള്ള ഒരു സാരി വന്നിട്ടുണ്ട് എനിക്ക് ഒരു പ്രാവശ്യം. അതുപോലെ തന്നെ നല്ലൊരു ചുരിദാർ ഓർഡർ ചെയ്തിട്ട് എന്താ പറയുക, അതായത് വലിയ പൈസേൻ്റെ ചുരിദാർ ഓർഡർ ചെയ്ത് വന്നത് നമ്മൾ ലോക്കലായിട്ട് കിട്ടുന്ന ചുരിദാറില്ലേ, ഒരു 250, 350 നമ്മളിങ്ങനെ ചിലപ്പം സ്ട്രീറ്റിൽ നിന്നൊക്കെ, അതായത് നമ്മൾ വഴിയോര കടക്കാർ പറയുന്നതല്ലേ, വഴിയോര കച്ചവടക്കാരിൽ നിന്നൊക്കെ വാങ്ങുന്നൊരു പാറ്റേൺ ചുരിദാറുണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്. പൈസ പോയി എന്നല്ലാണ്ട് പിന്നെ അവരെ തിരിച്ച് നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്നാലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നില്ല ഇപ്പം എന്ന് ചോദിച്ചാൽ വീണ്ടും ഓൺലൈനിൽ ചെയ്യുന്നൊക്കെ ഉണ്ട്. നമ്മൾ പറയില്ലേ, കിട്ടിയാൽ ലക്ക്, ഇല്ലെങ്കിൽ പിന്നെ പോയി. ആ രീതിയിൽ ചിന്തിച്ചിട്ട് പർച്ചേസ് ചെയ്യണം. അതാ നമ്മൾ ലേഡീസല്ല, നമ്മൾ ഉപേക്ഷിക്കുന്ന പരിപാടിയില്ലല്ലോ. അങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ കാര്യം ചെയ്യാതിരിക്കുന്ന പരിപാടിയൊന്നുമില്ല, വീണ്ടും പരീക്ഷിക്കും. മനുഷ്യന്മാരല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഇത് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലൊന്നുമല്ല ഞാനില്ലത്. മാനസികാവസ്ഥ സങ്കടമോ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ, നല്ല വിശപ്പുണ്ട്. കാര്യം ഞാൻ ഇപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ, സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് പുറത്ത് പോയി ഇവിടെ തിരിച്ചെത്തിയതേ ഉള്ളൂ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പം വന്ന ഉടനെ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ ഇനി ഉച്ചക്കത്തെ ജോലീൻ്റെ തിരക്കിലേക്കായി പോകും. അപ്പം അത് നടക്കില്ല. പിന്നെ പാക്കിംഗ് ഉണ്ട്, നാളെ പോകണമെന്ന് പറഞ്ഞല്ലോ. നാളെ ഏർലി മോർണിംഗ് ഞാൻ ഈ എന്താ പറയണ്ട, ഒരു ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. അപ്പം തനിയാന്ന് പോകുന്നത്. അപ്പം അങ്ങനെ പോകുന്നത് കൊണ്ട് രാവിലെ പോകും. വെച്ചാൽ ഡേ ടൈമിൽ യാത്ര ചെയ്യാനേ എനിക്കായാലും ഇവിടെ വീട്ടിലുള്ളവർക്കായാലും കുറച്ചും കൂടി ഒരു സമാധാനം. ഞാൻ രാവിലെ യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ നേത്രാവതിക്ക് പോകും. നേത്രാവതിക്ക് പോയാൽ ഞാൻ ഈവനിങ് ആകുമ്പോഴേക്ക് അവിടെ എത്തും. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നിലമേലാണ്. നിലമേൽ ആണ് അതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ വർക്കലയാണ് ഇറങ്ങുക. ചിലർ പറയും കൊല്ലത്തിറങ്ങി പോവാമെന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് വർക്കല ആയതുകൊണ്ട് ആദ്യം തൊട്ടേ അവിടെ ഇറങ്ങുന്നത് കൊണ്ട് ഇപ്പോഴും ഞാൻ അവിടെ തന്നെയാണ് ഇറങ്ങുക. അപ്പം ഒരു ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. എന്നിരുന്നാലും അത്യാവശ്യം വേണ്ട സാരീസും അതിനുള്ള ഓർണമെൻറ്റ്സും ഒക്കെ പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡും ആവണം. അപ്പം എന്നാലും ഈയൊരു എന്താ പറയണ്ടേ, നമ്മൾ ഈ ഒരു പരിപാടി എന്തായാലും നടത്തിയേ പറ്റൂ ഇന്ന് എനിക്ക്. ഇത് അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് ഇപ്പം ചെയ്തില്ല പിന്നെ ചെയ്യില്ല. അപ്പം ചെയ്യുമ്പോൾ വീഡിയോ കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി കാണിക്കാമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്നൊന്ന് വീഡിയോ എടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വലിയ മാല നമുക്ക് ഇതിൽ വെക്കാൻ പറ്റാൻ ചാൻസേ ഇല്ല. കാരണം ഇതിൽ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതൽ കാണുന്നുണ്ട്. ഒന്ന് കാണിക്കാം നിങ്ങളെ. അതായത് നിങ്ങൾ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ, കാരണം ഇതൊരു എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ വ്ളോഗായിട്ട് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ മാലകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വാരി വലിച്ച് വിടാതെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ, ഒതുക്കി വെക്കുകയാണെങ്കിൽ വെക്കാം കേട്ടോ. പക്ഷെ ഇതാ ഇങ്ങനെ പോകുന്നുണ്ട് ഇത്. കാരണം ഇതിന് ഓരോന്നിനും ഫോൾഡ് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ട്, അതുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത് പൊട്ടി വരാനും ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ വെച്ചത് കൊണ്ട് എവിടെയെങ്കിലും അമരുകയാണെങ്കിൽ പൊട്ടാൻ ചാൻസ് കാണുന്നുണ്ട്. അതിൻ്റെ ഇങ്ങനെ പ്രസ്സായി പോവുകയാണെങ്കിൽ, ഇങ്ങനെ നമ്മൾ വെച്ചെടുക്കുന്ന ഇങ്ങനെ അമർന്ന് പോവുകയാണെങ്കിൽ ഇത് പൊട്ടി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഇതാ ഫൈനലി നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ ഒരു ചെറിയൊരു സൂട്ട് കേസിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ സ്ഥലം കൂടി ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പണി ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു ആദ്യം തന്നെ. അപ്പം ഇതിപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ വെക്കാം. അത് വേഗം എടുക്കാനും പറ്റും. വേഗം എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെട്ട് കുടുങ്ങിയിട്ട് കിട്ടാതെ തന്നെ നേരെ നമുക്ക് വൃത്തിയായിട്ട് ഇതിനെ കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും യൂസായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പണിക്ക് ഇപ്പോൾ നിന്നത് തന്നെ. കണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇത് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിടാം. ഓക്കെ. അപ്പോൾ ഇതാ നമ്മുടെ ജോലി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ അറിയുമ്പോൾ
അത് ഷെയർ ചെയ്യാൻ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.